मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। സിറ്റിയിൽ തുടങ്ങിയിരിക്കുന്നു ഫിൽമി മേള. വാവ് കൊച്ചളിയ, നമുക്ക് എല്ലാവർക്കും കൂടി ഈ മേള കാണാൻ പോയാലോ? എനിക്കിത് കാണണം. ഫിൽമി മേള എങ്ങനെയാ നടക്കുന്നത്? നീ അത് വിട്ടേക്ക് ഹണി. നീ അവിടെ പോവുകയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും. നന്നായി നടക്കുന്ന മേള അവസാനം പൊട്ടിയ തബല പോലായി പോവും. അതെ, നീ കാണിച്ച മണ്ടത്തരം കൊണ്ട് മാഡം ഞങ്ങളെ ഒരു മാസം പുറത്തു പോലെന്ന് പറഞ്ഞിരിക്കുകയാണിപ്പോ. പക്ഷെ എനിക്ക് ഫിലിമി മേള കാണാനായിട്ട് വല്ലാതെ ആഗ്രഹം തോന്നുന്നു. എനിക്ക് ഈ ലോകത്തിനെ തലകുത്തനെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിക്കുമോ? വേണ്ട പോപ്പട്ട്, ലോകത്തിനെ തലകുത്തിനെ ആക്കരുത്. ലോകത്തിനെ തലകുത്തിനെ ആക്കിയാൽ പിന്നെ എനിക്ക് തലകുത്തിനെ നടക്കാൻ കഴിയൂ. കാലിലിടുന്ന ഷൂവിന് പകരം എനിക്ക് കയ്യിലിടുന്ന ഷൂ മേടിക്കേണ്ടി വരും. മനസ്സിലായോ? കൂട്ടുകാരെ, ഇപ്പോൾ പുറത്ത് വെയിലിന് നല്ല ചൂടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫിലിമി മേളയുടെ പാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അടികൈ. പക്ഷേ കന്നാ സാർ, മേഡം ഞങ്ങളോട് പുറത്തു പോരെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മേള കാണാൻ പറ്റില്ല. ഈ ലോകം കാണാൻ എത്ര സുന്ദരമാണ്. ഈ പാസ് എന്റെ കയ്യിൽ തന്നയച്ചത് നിങ്ങളുടെ മാഡം തന്നെയാണ്. അടികൈ. മേഡമോ? അതെ അതെ, കുട്ടികൾ ഒരു മാസമായിട്ട് പുറത്തേക്ക് എവിടെയും പോയിട്ടില്ലെന്ന് മാഡം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാസ് തരാൻ പറഞ്ഞു. പിന്നെ മേള കണ്ടിട്ട് എത്രയും വേഗം തിരിച്ചു വരണമെന്നും പറഞ്ഞു. വൈകിട്ട് ഗുവാ ജെല്ലി കൊണ്ടുവരുമെന്നും പറഞ്ഞു. ഗുവാ ജെല്ലി കണ്ടോ? നമ്മുടെ മേഡത്തിന് നമ്മോട് എത്രമാത്രം സ്നേഹമാ. അതെ കൊച്ചളിയ, വാ നമുക്ക് എത്രയും പെട്ടെന്ന് മേള കാണാൻ പോവാം. എന്നിട്ട് തിരികെ വന്നിട്ട് ഗുവാജലിയും കഴിക്കണം. അടിപൊളി. ഇവിടെ എത്ര മനോഹരമായിരിക്കുന്നു. അടിപൊളി. കൂട്ടുകാരെ, ഇത് എത്ര വലിയ മേളയല്ലേ? ഇങ്ങോട്ട് വന്ന് നോക്കൂ കൂട്ടുകാരെ, ഇത് നിങ്ങൾ വിചാരിക്കും പോലെ സാധാരണ സംഭവമല്ല. ഇത് 70mm പടങ്ങളാണ്. ഇത് ഞങ്ങളുടെ പടങ്ങളിൽ അഭിനയിച്ച അഭിനേതാക്കളാണ്. അഗ്നി പാർന്ന അവരുടെ അഭിനയത്താൽ അവർ ജയിച്ചു. സിനിമയെ കീഴടക്കി അവർ സൂപ്പർ സ്റ്റാറുകളായി. അതേ സുഹൃത്തുക്കളെ, ഇതാണ് 70mm പടങ്ങളുടെ പോസ്റ്റർ. എന്താടാ നീ കാണിക്കുന്നേ? എനിക്കും ഫേമസ് ആവണം. അതുകൊണ്ട് ഞാൻ ഈ പോസ്റ്ററിൽ തീ പാറിക്കാൻ പോവാണ്. എങ്കിലേ ഹീറോ ആവാൻ കഴിയുള്ളൂ. ഈ പോസ്റ്ററിന് തീ വെച്ചാൽ നീ ഹീറോ അല്ലടാ ആവാൻ പോകുന്നത്. നാട്ടുകാരുടെ തല്ലുകൊണ്ട് കരിക്കട്ടയായി മാറും നീ. സംശയമുണ്ടോ? എടാ കഴുതേ, ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റും അവരുടെ പെർഫോമൻസിൽ തീ പടർത്തിയെന്നാണ്. തീപ്പെട്ടി കൊണ്ടല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ കഴുത തീർച്ചയായിട്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന്. സംശയമുണ്ടോ? വരൂ വരൂ, ദില്ലിയുടെ ബീന ബസാർ കാണൂ, ടിപ്പുവിന്റെ വാള് കാണൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. വരൂ വരൂ, വന്നു കാണൂ. വരൂ വന്നു കാണൂ. കൂട്ടുകാരെ, ഞാൻ ഇത്രയും വലിയ ബയോസ്കോപ്പ് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതെ, ഇത് വളരെ വലുതാണ്. കൂട്ടുകാരെ, ദാ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഞാൻ അമർത്തി നോക്കട്ടെ. ഇത് വർക്കാവോ ഇല്ലേന്ന് അറിയണ്ടേ? വേണ്ട, ഹണി. ഇത് കണ്ടിട്ട് ബയോസ്കോപ്പ് ആണെന്ന് തോന്നുന്നില്ല. സംശയമുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ. ഇത് ഫിൽമി മേളയുടെ വേറൊരു സ്റ്റോൾ ആണെന്നാ എനിക്ക് തോന്നുന്നത്. സ്റ്റോളല്ല പോപ്പട്ട്, ഈ സ്ഥലം തന്നെ വേറെയാണ്. എന്റെ അമ്മച്ചി, നമ്മളിത് എവിടെ എത്തിയിരിക്കുന്നത്? ഇത് ഏത് രാജാവിന്റെ കൊട്ടാരമാണെന്ന് തോന്നുന്നു. അനാർക്കലിയെ എത്രയും പെട്ടെന്ന് തുറുങ്കിലടയ്ക്കൂ. ഈ ലോകത്തിൽ ആരായിരുന്നാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് മയങ്ങിപ്പോവും. മഹാരാജാവേ, നിങ്ങൾക്കായി എന്റെ സലാം. എന്തുപറ്റി? എന്നോട് വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒന്നും സലാം പറയണ്ട. ചെറുതായിട്ട് എന്നോടൊരു ഹായ് മാത്രം പറഞ്ഞാ മതി. മഹാരാജൻ, ഞാൻ പറഞ്ഞ എന്റെ സലാം അങ്ങ് സ്വീകരിച്ചാലും. അല്ല,
ഇവിടെ വല്ലാത്ത ചൂടാണല്ലോ. വേഗം ഒന്ന് ഫാൻ ഓൺ ചെയ്യൂ. ഒരക്ഷരം മിണ്ടരുത്. നിന്റെ മണ്ടത്തരങ്ങൾ നിർത്തിക്കോളൂ. എന്റെ മകൻ സലീമുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ നിനക്ക് എന്ത് വേണം? വേഗം പറയൂ, എന്ത് വേണം? മഹാരാജൻ, എനിക്കൊരു 10-12 കോടി വിലപിടിപ്പുള്ള സ്വർണം തന്നാൽ മതി. 10-12 കോടി രൂപയുടെ സ്വർണമോ? പെണ്ണെ, ഇത് വളരെ മോശമാണ് കേട്ടോ. ഇതെന്ത് പറ്റി? ഞാൻ മഹാരാജാവിൽ നിന്നും പെട്ടെന്ന് വളരെ തറയായി പോയല്ലോ. ഭടന്മാരെ, അനാർക്കലിയെ ജീവനോടെ തന്നെ സമാധിയാക്കി കളയൂ. എന്റെ അമ്മച്ചി, എനിക്ക് തോന്നുന്നു നമ്മൾ മുഗൾ കാലഘട്ടത്തിൽ എത്തിയെന്നാ. എടാ, ഇത് ബയോസ്കോപ്പ് അല്ല, ടൈം മെഷീൻ ആണ്. ഇന്ത്യയുടെ തന്നെ മഹാരാജാവായ എന്റെ അച്ഛനോട് ഞാൻ പറയുന്നു, എന്റെ അനാർക്കലിയെ എന്നിൽ നിന്ന് പിരിക്കാൻ നോക്കുകയാണെങ്കിൽ ഈ മുഗൾ സാമ്രാജ്യത്തെ ഞാൻ ഇഞ്ചിഞ്ചായി തകർക്കും. എന്റെ സ്ഥലം കേട്ടോ, അങ്ങേക്കൊരു കാര്യം അറിയാവോ? ലോകം ഇപ്പൊ ഒരുപാട് മാറിപ്പോയി. ഇങ്ങനെ ഇഞ്ചായിട്ട് തകർക്കേണ്ട കാര്യമൊന്നുമില്ല, ഒറ്റയടിക്ക് തകർക്കാന്നേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് വലിയ കെട്ടിടവും നമുക്ക് തകർക്കാം. ഇഞ്ചിഞ്ചായി തകർക്കുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് ജോലി തീർക്കുന്നതല്ലേ? ചാരന്മാർ, അന്യരാജ്യത്തിലെ ചാരന്മാരാണവർ. എടാ കഴുതേ, നീ എന്താ ഈ കാണിച്ചത്? മിണ്ടാതിരുന്നൂടായിരുന്നോ? ഇപ്പൊ മഹാരാജാവ് അനാർക്കലിയുടെ ഒപ്പം നമ്മുടെ കഥയും കഴിക്കും. ഭടന്മാരെ, ഇവരെ ഉടൻ തന്നെ ബന്ദികളാക്കൂ. ആജ്ഞ പോലെ. എന്നെ കൊല്ലാ വരുന്നേ. എന്റെ പൊന്നു മഹാരാജാവേ, ഞങ്ങളോടൊന്ന് ക്ഷമിക്കേ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സംശയിട്ടോ? പോപ്പട്ടെ, ഞാൻ ഇതുവരെ മഹാരാജാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പൊന്നു മഹാരാജാവ് ആരാടാ? മാർക്കറ്റിൽ ഇറങ്ങിയ പുതിയ ഡിഷിന്റെ പേരാണോ? സാർ, തെറ്റുപറ്റിപ്പോയി സാർ. ഞങ്ങൾ അറിയാതെ ഇവിടെ വന്നു പോയതാണ്. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടുന്ന് പോകാനേ അനുവദിക്കണം. മിണ്ടിപ്പോകരുത്. എന്റെ സദസ്സിൽ അതിക്രമിച്ച് കയറിയവരാണ് നിങ്ങൾ. നിങ്ങളെ ഞാൻ ഇവിടുന്ന് ഇടിച്ച് പറപ്പിക്കും. മഹാരാജാവേ, അങ്ങേക്കൊരു കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. ഈ പോപ്പട്ട് ഇടിക്കാതെ തന്നെ പറക്കും. പോപ്പട്ടെ, നീ ഒന്ന് പറന്ന് കാണിക്കടാ. അടിപൊളി. ഇവനെ പോലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ശത്രുവിന്റെ ആവശ്യമേ ഇല്ല. എടാ കഴുതേ, അല്പനേരം വായടച്ചൊന്ന് മിണ്ടായിരിക്കടാ. ആരും ഇനി ശബ്ദിച്ചു പോകരുത്. സൈനികരെ, ഈ ചാരന്മാരെ ഉടൻ തന്നെ അനാർക്കലിയോടൊപ്പം സമാധിയാക്കി കളയൂ. ഈ ആജ്ഞ ഉടൻ തന്നെ നടപ്പിലാക്കൂ. ഒരു മിനിറ്റ്, നിങ്ങളൊക്കെ ഒരു രാജാവാണോ? നിങ്ങൾ എന്നെ ഒരു ചെറിയ കല്ലറയിൽ വെച്ചാണ് അടയ്ക്കാൻ പോകുന്നത്, അല്ലാതെ അന്തഃപുരത്തിലൊന്നുമല്ല. അത്രയും ചെറിയ സ്ഥലത്ത് എനിക്ക് ഇത്രയും പേരോടൊപ്പം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാൻ പറ്റും? ആശംസകൾ ഹണി. നിനക്കിതാ ഒരു സഹോദരിയെ കിട്ടിയിരിക്കുന്നു. അതെയോ? അപ്പൊ ഇവര് എന്നെ പോലെ കഴുതയാണോ? എന്ത്? നീ എന്നെ കഴുതയെന്ന് വിളിക്കുന്നോ? സൈനികരെ, നിങ്ങൾക്ക് ആജ്ഞ കിട്ടിക്കഴിഞ്ഞല്ലോ. എങ്കിലും ഉടൻ തന്നെ ഇവരെയും എന്നോടൊപ്പം കല്ലറയിൽ അടയ്ക്കൂ. വേണ്ട അനാർക്കലി, നിൽക്കൂ. ഇവര് നല്ലവരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ആഗതരായത്? അല്ലല്ല സലീം ചേട്ടാ, ഞങ്ങൾ 4 പേര് മാത്രമേ വന്നുള്ളൂ. ആഗമൻ എന്നൊരാൾ ഞങ്ങളെ കൂടെ വന്നില്ല. എടാ കഴുതേ, ഒന്ന് വായടച്ചു വെക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കും. ദാ നോക്ക്, ഞങ്ങൾ ആദ്യമേ മാപ്പ് പറയുകയാണ്. എല്ലാം ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടില് ഒരു ഫിലിം മേള നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ മേള കാണാൻ പോയപ്പോ അവിടെ ഒരു ബയോസ്കോപ്പ് കണ്ടു. അതിന്റെ ബട്ടൺ അമർത്തിയപ്പോ ഞങ്ങൾ ഇവിടെ എത്തി. അതെ സാർ, ഇവൻ പറഞ്ഞ സത്യമാണ്. ഞങ്ങൾ അറിയാതെ ഇവിടെ വന്നു പോയതാണ്. സത്യമാണ് മഹാരാജാവേ, ഞങ്ങൾ അറിയാതെ ഇവിടെ വന്ന് പെട്ടുപോയതാ. ഇവരൊക്കെ കള്ളം പറയുകയാണ്. അറിയാതെ വന്ന് പെട്ടതല്ല. ടൈം മെഷീൻ കാരണമാണ് ഞങ്ങളിവിടെ വന്നത്. ബണ്ണി, നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അത് ബയോസ്കോപ്പ് അല്ല, അത് ടൈം മെഷീൻ ആണെന്ന്? ടൈം മെഷീൻ, അതെന്താണ് സംഭവം? അങ്ങേക്ക് അറിയില്ലേ? നിങ്ങളുടെ കഥയും അതിനകത്തുണ്ട്. വരൂ, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അല്ല, ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് മാറോ, അല്ലെങ്കിൽ ഞാൻ കല്ലറയിലേക്ക് തന്നെ പോകേണ്ടി വരുമോ? അനാർക്കലി, കുറച്ചു നേരം വെറുതെ ഇരിക്കൂ. ഫിലിം എന്റെ ആവാൻ കുറച്ചുകൂടി ബാക്കിയുണ്ട്. നിങ്ങൾ എന്നെ എന്താണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത് നോക്കൂ, ഇതാണ് ആ ടൈം മെഷീൻ. ടൈം മെഷീൻ അല്ല, ഇത് നക്ഷത്രങ്ങൾ കാണാനുള്ള മെഷീനാണ്. അങ്ങനെയാണോ? ഇതിന് നക്ഷത്രം കാണാൻ പറ്റൂ? എങ്കിൽ ഞങ്ങൾക്കും കൂടി കാണിച്ചാ. ഞാൻ രാജാവാണ്. ഞാൻ എന്തിനാ നിങ്ങൾ പറയുന്നത് കേൾക്കണം? അത് ശരി, ഞങ്ങൾ ഏതായാലും ഇല്ലാതാക്കാൻ പോവല്ലേ. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് കരുതിയാ മതി.
ആ എന്നാൽ ശരി വന്നോളൂ. എന്താണിത്? ഞാനിപ്പോൾ എവിടെയാണ്? വെൽക്കം ടു 2019. ഞങ്ങളുടെ ഈ കാലത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് ഫിലിം മേള കാണിച്ചു തരാം. എന്ത് വിചിത്രമായ സ്ഥലമാണിത്. ഞാനിപ്പോൾ എവിടെയാണ് കുട്ടികളെ? എന്റെ സാർ, ഇത് ഇന്ത്യ തന്നെയാണ്. നിങ്ങളിൽ നിന്നും 450 വർഷം മുന്നിൽ. എനിക്ക് ഈ സ്ഥലം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഉടൻ തന്നെ എന്നെ അന്തപുരത്തിലേക്ക് എത്തിക്കൂ പ്ലീസ്. ശരി, ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാം. പക്ഷെ അങ്ങ് ഞങ്ങൾക്ക് ഒരു വാക്ക് തരണം. അങ്ങ് ഒരിക്കലും അനാർക്കലിയെ ശിക്ഷിക്കില്ല എന്ന്. ശരി, ഞാനിതാ വാക്ക് തരുന്നു. ഞാൻ അനാർക്കലിയെ ഒന്നും തന്നെ ചെയ്യുകയില്ല. ഓക്കെ, എന്നാ ഈ ബട്ടൺ അമർത്തിക്കോളൂ, എന്നിട്ട് തിരിച്ചു പോയിക്കോളൂ. വളരെ നന്ദിയുണ്ട് കുട്ടികളെ. ഹാവൂ, ആരോ ചെയ്ത ഭാഗ്യം കൊണ്ട് പോയ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടി. ആ, ഇനി എന്തിനാ അവിടെ നിൽക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയി വയറ് നിറയെ ഗുവാജില് കഴിക്കാം. പിന്നെ എന്റെ കൂട്ടുകാരെ, ഞാനിന്ന് വല്ലാത്ത സന്തോഷത്തിലാ. എന്താണെന്ന് അറിയാമോ? എന്തുകൊണ്ടാ? കാരണം ഞാൻ ഇന്ന് അനാർക്കലിയെ രക്ഷപ്പെടുത്തി ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്.